ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം നിങ്ങളുടെ ശിരസിലേക്ക് സമർപ്പിക്കുവിൻ എന്നാകുന്നു. നന്ദി പറച്ചിലിൻ്റെ ഒരനുഗ്രഹങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ്റെ മാറുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് ദൈവം തൻ്റെ വചനത്തിന് മാറ്റം വരുത്തുന്നില്ല. ഒരിക്കലും കർത്താവിന് അങ്ങനെ വരുത്താൻ കഴിയത്തുമില്ല. ദൈവം പറഞ്ഞതും ദൈവം ഉദ്ദേശിച്ചതും ഒരിക്കലും മാറുന്നില്ല. ഈ സത്യത്തെ അംഗീകരിക്കാത്തവർ ദൈവവചനം ബൈബിൾ അവർക്ക് തോന്നിയതുപോലെ പറയണമെന്ന് ആഗ്രഹിക്കുകയും വിശുദ്ധ വചനത്തിൻ്റെ ആധികാരികതയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സഭയുടെ സംഘടിതമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഭാഗത്താണ് ഈ സന്ദേശം വരുന്നത്. ഇവിടെ ക്രിസ്തുവിനെ സഭയുടെ തലയോട് ഉപമിക്കുന്നു. പുരുഷനിൽ നിന്ന് മുകളിലേക്ക് ദൈവത്തിലും താഴേക്ക് സ്ത്രീയിലും എത്തിച്ചേരുന്ന ഒരാലോചനയാണല്ലോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. താഴേക്ക് എന്നാൽ സ്ത്രീ പക്ഷപാതികൾക്ക് എതിർപ്പുണ്ടാക്കുന്ന ഒരു പദമാണ് ഇവിടെ തല എന്നുദ്ദേശിക്കുന്നത്. അവർക്കെപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നടക്കത്തില്ല. കാരണം തിരുവചനപ്രകാരം അവർ താഴെ നിന്നേ പറ്റത്തുള്ളൂ. കൽപ്പന നൽകുന്ന ആധികാരികത സ്ഥാനത്തെയും ദൈവിക ഭരണക്രമത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം മനുഷ്യ ശരീരത്തിൽ തലയുടെ സ്ഥാനത്തെ ആരും തന്നെ ചോദ്യം ചെയ്യുന്നില്ല. മനുഷ്യ ശരീരത്തിലെ ദിശാബോധം സ്വായത്തമാക്കാൻ സ്വീകരിക്കൽ, ബുദ്ധി, ഉപദേശിക്കൽ എന്നിങ്ങനെ എല്ലാ പ്രധാന പ്രവർത്തനങ്ങളും ചെയ്യുന്നത് തലയാണല്ലോ. അപ്പം ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന പദപ്രയോഗത്തിൽ ദൈവം ഒരിക്കലും ക്രിസ്തുവിൻ്റെ സ്ഥാനം കാണിക്കുന്നില്ല. രക്ഷ നിർവഹിക്കുന്നതിനായി ക്രിസ്തു താൽക്കാലികമായി സ്വയം താഴ്ത്തി കൊടുത്തു. അതാണ് സത്യം. ഇതൊരിക്കലും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയോ പിതാവിനോടുള്ള തുല്യതയോ നിഷേധിക്കുന്നില്ല. ദൈവിക സംവിധാനത്തിൻ്റെ ഘടന എന്നത് സർവർക്കും അനുഗ്രഹത്തിനായി അംഗീകരിക്കാവുന്നതാണല്ലോ. ദൈവം ഇവിടെ തൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലാതെ ദാനങ്ങളെക്കുറിച്ചോ കഴിവുകളെക്കുറിച്ചോ അഥവാ ക്രിസ്തുവിലുള്ള ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചോ അല്ല. എല്ലാവരും ക്രിസ്തുവിൻ്റെ ഒരേ ആത്മീയമായിരിക്കുന്ന വിഭവങ്ങളെ പങ്കിട്ട് അനുഭവിക്കുന്നു. തൻ്റെ ഭർത്താവിന് സ്വമേധയാ സമർപ്പിക്കുന്ന സ്ത്രീ ദൈവിക ദൃഷ്ടിയിൽ തൻ്റെ വ്യക്തിത്വം പരിത്യജിച്ചവളല്ലേ? അതല്ലേ നമുക്കിവിടെ ഈ തിരുവചനത്തിൽ അറിയാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതും പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനയും. എന്നാലോ വിവാഹം, കുടുംബം, സഭ, സമൂഹം എന്നിവയുടെ നടത്തിപ്പിന് ദൈവം അവർക്ക് കൊടുത്ത പങ്കിൽ കൂട്ടുചേരുന്നവളാണ് യഥാർത്ഥമായിട്ടും ഈ ആലോചനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കി നമുക്ക് തരുന്നത്. തൻ്റെ പങ്കിനെയും ഉത്തരവാദിത്വത്തെയും തിരസ്കരിച്ചതുകൊണ്ട് ഈ വസ്തുതയ്ക്ക് മാറ്റം വരുന്നില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എന്ത് കേൾക്കാൻ കഴിയുന്നുണ്ട്? ഈ സത്യത്തെ ജ്ഞാനാത്മാവിൽ സ്വീകരിക്കുക എന്നത് ജീവിതത്തിനൊരു ക്രമവും അനുഗ്രഹവും ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നു എന്നതാണ് നമുക്ക് കർത്താവ് തരുന്ന ആലോചന. അപ്പോൾ ഈ ആലോചനയിൽ നിലനിന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താൽ ദൈവകൃപയും നമ്മുടെ കൂടെ ഇരിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, നീ എന്നെ നിനക്കായി നിയമിച്ചിരിക്കുന്നതിന് സ്തോത്രം. ഞാൻ അതിനെ സ്വീകരിക്കുന്നു കർത്താവേ. നിൻ്റെ മഹാജ്ഞാനത്തിനായി നന്ദി. ഞാൻ എൻ്റെ ശിരസ്സിന്
എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.